ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന പ്ലാന്റ്സ് ബ്രോമിലിയാഡ്സ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ 2 വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ കെയറിങ്ങും ഇതിനെ വളർത്തുന്ന രീതിയും ഇതിൻ്റെ പ്രൊപ്പഗേഷനുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എല്ലാവരുടെ ഫോണിലും ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ചെടിയുടെ ഒരുപാട് വെറൈറ്റികളുണ്ട്. ലീഫിലൊക്കെ ഒരുപാട് ഡിസൈൻ വരുന്ന വെറൈറ്റികൾ നമുക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു പ്ലാന്റ്സ് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റ്സ് കൂടിയാണ്. ഇതിൻ്റെ സൺലൈറ്റ് ഒത്തിരി വേണ്ട, നമുക്ക് ചെറിയ സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് നമുക്കിത് വെച്ച് വളർത്തിയെടുക്കാം. നേരിട്ടുള്ള സൺലൈറ്റിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫിനൊക്കെ ഒരു നരച്ച കളറാവാനൊക്കെ ചാൻസ് ഉണ്ട്. ഒരുപാട് സൺലൈറ്റ് അടിക്കുന്നിടത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫ് കരിഞ്ഞു പോകാനും ഉണങ്ങിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ചെറിയ വെയിലുള്ളിടത്ത് വെച്ച് നമുക്കിത് വളർത്തിയെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ വാട്ടറിങ് നോക്കാം. അത്യാവശ്യം വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ്സ് കൂടിയാണ്. ആഴ്ചയിലൊക്കെ ഒരു 3 ദിവസം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ നടുഭാഗത്തു കൂടി ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ്ടോ വെള്ളം കെട്ടിക്കിടക്കുന്നത് കണ്ടോ. അപ്പോൾ അങ്ങനെ കിടക്കുന്നത് ഈ ഒരു പ്ലാന്റ്സിന് നല്ലതാണ്. അത് നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് നന്നായിട്ട് വളരാനൊക്കെ ഇത് സഹായിക്കും. അത്യാവശ്യം കീടങ്ങളൊന്നും ആക്രമിക്കാത്തൊരു പ്ലാന്റ്സ് ആയ കാരണം നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ആഴ്ചയിൽ 3 ദിവസം നല്ല പോലെ നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പ്ലാന്റ്സിന് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ വെള്ളം കെട്ടിക്കിടക്കും. അതുകൊണ്ട് കുഴപ്പമില്ല, അത് നല്ലപോലെ തന്നെ വളർന്നോളും. ഇനി നമുക്ക് ഈ ഒരു പ്ലാന്റ്സിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് കണ്ടോ, ഓരോ പ്ലാന്റ്സിൻ്റെ സൈഡിൽ കൂടി ഇതുപോലെ പപ്സ് വന്നിട്ട് നമുക്ക് ഇതുപോലെ തൈകൾ വരും. അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് ഹെൽത്തി ആകുമ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ പോട്ടിലോട്ട് നട്ടാൽ മതി. ഞാൻ നഴ്സറിയിൽ നിന്നും ഇതിൻ്റെ ഒരു പ്ലാന്റ് വാങ്ങിയതാണ്. അതിൽ നിന്നും ഇതുപോലെ തൈകൾ വന്നിട്ടാണ് ഞാനിങ്ങനെ അടർത്തി മാറ്റി നട്ടത്. ഇപ്പോൾ എനിക്കൊരു 3-4 പ്ലാന്റ്സോളം ആയിട്ടുണ്ട്. ഞാൻ ഈ ചെടി ഇൻഡോറിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ പ്ലാന്റ്സിൻ്റെ പോട്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാത്ത മണ്ണായിരിക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മണലും ചാണകപ്പൊടിയും ചകിരിച്ചോറുമാണ് കേട്ടോ. അപ്പോൾ ഇതിലാണിത് നട്ടിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട്. ഇനി നമുക്കിത് ഓർക്കിഡൊക്കെ നടുന്ന ആ രീതിയിലും നട്ടെടുക്കാം കേട്ടോ. അതായത് ചകിരിത്തൊണ്ട് ചെറുതാക്കി ഇടണം. പിന്നെ മരക്കരിയും ഇഷ്ടിക കഷ്ണങ്ങളെല്ലാം ചെറുതാക്കി എടുത്തിട്ട് കുറച്ച് മണലും കൂടി ഇട്ട് നട്ട് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ തന്നെ വളർന്നു വരും. ഞാനിവിടെ വളർത്തിയെടുത്തിരിക്കുന്നത് ചകിരിച്ചോറും മണലും കുറച്ച് ചാണകപ്പൊടിയും ഇട്ടിട്ടാണ് കേട്ടോ. ആ രീതിയിലാണ് വളർത്തിയെടുക്കുന്നത്. നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് കേട്ടോ. ഓർക്കിഡ് വളർത്തുന്ന ആ ഒരു രീതിയിൽ നമുക്കിത് വളർത്തിയെടുക്കാൻ സാധിക്കും. ഒരുപാട് വേരൊന്നും ഇല്ലാത്ത കാരണം നമുക്കിത് ഒരുപാട് വലിയ പോട്ടൊന്നും വേണ്ട, ചെറിയ പോട്ട് തന്നെ മതി. ഇനി ഞാൻ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഞാനിവിടെ മണലും ചാണകപ്പൊടിയും ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ആ പപ്സ് വരുമ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കുക. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഈ പ്ലാന്റ് വരണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് നട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊരു മാസമൊക്കെ കഴിയുമ്പോഴത്തേനും അത്യാവശ്യം നന്നായിട്ട് വേരും വന്ന് ഇത് നന്നായിട്ട് ഗ്രോത്തായി വളർന്നു വന്നോളൂ. അപ്പോൾ ഇതാ പ്രൊപ്പഗേഷൻ ഇത്രയേ ഉള്ളൂ. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ഇത് ഇങ്ങനെ പൂ പോലെ തന്നെ അതിൻ്റെ ലീഫൊക്കെ നല്ല രീതിയിൽ തന്നെ വളർന്ന് ചട്ടി നിറച്ചും നല്ല ഭംഗിയിൽ തന്നെ നിന്നോളും. നമ്മുടെ ഇൻഡോറൊക്കെ മനോഹരമാക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത്. ഇനി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ നമുക്ക് പപ്സ് വരും. അതിൽ നിന്ന് തൈകൾ അടർത്തി നമുക്ക് ഇതുപോലെ വളർത്തിയെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഈ പ്ലാന്റ്സ് മരത്തിൽ നമുക്ക് ചകിരിത്തോട് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് പോട്ടിൻമിക്സ് ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ നട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. കൂടുതലും ഇത് ഇൻഡോറിൽ വെക്കുകയായിരിക്കും നല്ലത്. നല്ല ഭംഗിയിൽ ഒരുപാട് ഡിസൈനിൽ വരുന്ന ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. നമ്മുടെയൊക്കെ ഇൻഡോറിൽ നല്ല ഭംഗിയുള്ള പോട്ട് നോക്കി സെലക്ട് ചെയ്ത് ഈ ഒരു പ്ലാന്റ്സ് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡോറൊക്കെ നല്ല മനോഹരമാക്കുന്ന ഒരു നല്ലൊരു ചെടിയാണ് കേട്ടോ. പിന്നെ ഈ ചെടിക്ക് ഞാൻ വളം കൊടുക്കുന്നത് ഉള്ളിയുടെ തോല് വെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ വെള്ളം ഡൈലൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ചോട്ടിൽ മാത്രം കുറച്ച് ഒഴിച്ചു കൊടുക്കും. അതായത് അതിൻ്റെ ലീഫിലൊന്നും ചാടാതെ തന്നെ ചോട്ടിൽ മാത്രം കുറച്ച് ഒഴിച്ചു കൊടുക്കും. വേറെ വളമൊന്നും ഞാൻ ഇതിന് കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ കൊടുക്കുന്ന കെയറിങ്ങും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്